ഓക്കെ, ഞാൻ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നോക്കണേ, പക്ഷേ ഇടയ്ക്ക് സ്റ്റക്ക് ആവണേ പറയണേ. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ ചെയ്തത് ഫയൽ എടുത്തു, ന്യൂ ലൈബ്രറി കൊടുത്ത് ഒരു പുതിയ ബുക്ക് തുടങ്ങിയിരുന്നു. ആ ബുക്കിന്റെ അകത്ത് ഒരു പേജ് ആയിട്ട് ഞാൻ NE555 പിന്നെയും എന്താ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ സിമ്പിൾ കൊടുത്തു, അത് ഗ്ലോബൽ കൊടുത്തു, ഓക്കെ കൊടുത്തു. റെക്ടാങ്കിൾ എടുത്ത് പെട്ടി വരച്ചു, പെട്ടിക്കകത്ത് ഡ്രോ സിമ്പിൾ കൊടുത്ത് ഗ്രൗണ്ട്, ട്രിഗ്, ഔട്ട്, റീസെറ്റ് വരച്ചു. ഇനി എന്തൊക്കെ വരയ്ക്കാനുള്ളത്? VCC ഡിസ്ചാർജ്, ത്രെഷോൾഡ്, CONT എന്തായിരുന്നു? CONT എന്ന് പറയുന്നത് കൺട്രോൾ. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ എടുക്കുന്നു. 6 ക്യാപിറ്റൽ 6 നമ്മുടെ കീ 6 നിൽക്കാൻ എനിക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഓർത്ത് വെച്ചോണം, ഷോർട്ട് കട്ട്സ് ആണ് ഇതിന്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ്. VCC 8ാമത്തെ പിന്നാണ്. ഡിസ്ചാർജ്, ത്രെഷോൾഡ്, ഡിസ്ചാർജ്, PRF ആണ്. റൊട്ടേറ്റ് 6 മോളെ, ക്യാപിറ്റൽ 6. ത്രെഷോൾഡ്, കൺട്രോൾ. ഓക്കെ, അപ്പൊ ഇത് നോക്കിയേ, ഞാൻ ഇതെല്ലാം കൂടെ ഇവിടെ കൊണ്ട് വെച്ചു. ഇത് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് തോന്നുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇതിനെ കുറച്ചുകൂടെ ഒന്ന് വീതി കൂട്ടുന്നു കേട്ടോ. കണ്ട, ഇങ്ങനെ ഇതിനെ ഒന്ന് ഇത് കൂട്ടുന്നുണ്ടേ. ക്ലിയർ ആണോ ഇത്? ഇത് ഒരെണ്ണം ചെയ്തെടുത്തതിന് പിൻ എളുപ്പമാണ്. ഡ്രോ പിൻ എടുക്കുന്നു, അതിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്യേണ്ടത് പിൻ നെയിമും പിൻ നമ്പറും മാത്രമാണ്. ഇലക്ട്രിക്കൽ ടൈപ്പ് മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് ഷുഡ് ബി ആൻ ഇൻപുട്ട്. അപ്പൊ അങ്ങനെ 8 പിന്നുകൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് ഞാൻ കൺട്രോൾ ഫയൽ എടുത്തിട്ട് സേവ് ലൈബ്രറി കൊടുക്കുക, അല്ലെങ്കിൽ സേവ് എന്ന് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെ കൺട്രോൾ S അടിച്ചു കഴിഞ്ഞാൽ ആ സാധനം അവിടെ വരും. ക്ലിയർ ആണോ അത്? ക്ലിയർ ആണോ നമുക്ക്? ഒരു മിനിറ്റ്. ഓക്കെ, ഇത്രയും സാധനം എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് സ്കിമാറ്റിക് ഉണ്ടാക്കാം. അപ്പൊ ഇത് കുറച്ച് ഫോർവേഡ് ചെയ്ത് ഞാൻ പറയുന്നത് കേട്ടോ, നിങ്ങളിത് എക്സ്പെരിമെന്റ് ആയിട്ട് തന്നെ ചെയ്താൽ എടുക്കേണ്ടതാണ്. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. ഇപ്പൊ ഞാൻ അതിന്റെ സിമ്പിൾ ഉണ്ടാക്കിയെടുത്തു. ഇനി നിങ്ങൾക്ക് ഇത് ക്ലോസ് ചെയ്യാം. പക്ഷെ സിമ്പിൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, എനിക്ക് അതിനകത്ത് ഒരു ഫുട് പ്രിന്റും കൂടെ വേണം. ഞാനിപ്പോ വരച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റത്തിന് അറിയാനായിട്ടാണ് എവിടെ നിന്ന് എങ്ങോട്ട് ഏത് കൊടുത്തു എന്നുള്ളത്. പക്ഷെ ആക്ച്വൽ സൈസിൽ നമ്മളൊരു PCB ആയിട്ട് അടിച്ചു കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ഹോളുകളും അതിന്റെ സ്പേസിങ്ങും എല്ലാം നമുക്ക് കൃത്യമായിട്ട് കിട്ടണം. എന്നാലേ നമ്മുടെ കമ്പോണന്റ് അതിനകത്തേക്ക് ഇറങ്ങിയിരിക്കത്തുള്ളൂ. അങ്ങനെ ഇറങ്ങിയിരിക്കണമെങ്കിൽ യു ഷുഡ് ഗോ ടു ദി ഫിസിക്കൽ ഡയമെൻഷൻ. താഴേക്ക് കുറേ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ പോയി കണ്ടോ? ഡേറ്റ ഷീറ്റിൽ കുറേ കൂടെ താഴേക്ക് പോയി. ഇതൊക്കെ മറ്റേ ഇതിന്റെ ആട്ടോ, SMD ആണ്, അതുകൊണ്ട് ഇത്രയും വലിയ പാഡ് എടുക്കുന്നത്. നമുക്ക് ത്രൂ ഹോൾ ആണ് വേണ്ടത്. ത്രൂ ഹോളിൻ്റെലേക്ക് പോകാം. ത്രൂ ഹോളിന് പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് ത്രൂ ഹോളാണ്. കണ്ടോ, ലെഗ് ഉള്ള സാധനമാണ്. അപ്പൊ ഈ ലെഗിന്റെ വീതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലെഗുകൾ തമ്മിലുള്ള സ്പേസ് 2.54 മില്ലിമീറ്റർ ആണ്. 2.54 മില്ലിമീറ്റർ. അതുപോലെ തന്നെ ഒരു ലെഗിന്റെ വീതി എന്ന് പറയുന്നത് 0.25 അല്ല 0.53 അര MM ആണ് ഒരു ലെഗിന്റെ വീതി. ലെഗുകൾ തമ്മിലുള്ള വീതി 2.54ഉം അതുപോലെ തന്നെ ഇത്രയും സാധനമാണ്. ഈ ഒരു ഡാറ്റ ഷീറ്റ് ഇത്രയും, ഈ ഒരു സ്പേസ് നമ്മൾ എപ്പോഴും എടുത്തു വെച്ചിരിക്കണം. ഏതുണ്ടാക്കാൻ നേരത്തെ? നമ്മുടെ ഫുട് പ്രിന്റ് ഉണ്ടാക്കാൻ നേരത്തെ. ഫുട് പ്രിന്റ് ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പൊ വേറെ കുറെ സാധനം ഉണ്ടാവും, നിങ്ങൾ അതൊന്നും പേടിക്കണ്ട. ഫയൽ ക്ലിക്ക് ചെയ്യുക, ന്യൂ ലൈബ്രറി ക്ലിക്ക് ചെയ്യുക, ഗ്ലോബൽ ക്ലിക്ക് ചെയ്യുക. അഗെയിൻ ഇവിടെ സാധനത്തിന്റെ പേര്
ഇത് NE555 ആണ്. ഉണ്ടാക്കുന്നു. NE555 പോകുന്നു. പുതിയ ന്യൂ പ്രൂഫ് പ്രിന്റ് സെലക്ട് ചെയ്യുന്നു. കൂടെ ഇങ്ങനെ വന്നു. റെഫറൻസ് എന്ന് പറഞ്ഞ സാധനം വന്നു. ഇനി നിങ്ങൾ എന്റെ ആക്ച്വൽ ഡയമെൻഷൻ വരയ്ക്കണം. ഓക്കെ. അപ്പൊ ഞാൻ പൊതുവെ ചെയ്യുന്നത് ഈ ഹോളുകളുടെ സ്പേസിങ് ഇത് കണ്ട പോയിന്റ് അല്ല 10.92 ആണ് രണ്ട് ഓപ്പോസിറ്റ് ലെഗുകളുമായിട്ടുള്ള ഡിസ്റ്റൻസ്. ഓക്കെ. ഈ വ്യത്യാസം 10.11 ഇത് 2.54 അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഒരു കാൽക്കുലേറ്റർ അല്ല, ഒരു സ്കെയിൽ പോലത്തെ ഒരു സാധനമുണ്ട്. ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ഡയമെൻഷൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കെയിൽ ഉണ്ട്. ഈ സ്കെയിൽ എടുത്തിട്ട് ഞാൻ 2.54 കൊണ്ടുപോയിടും. 2.54. ഓക്കെ. എന്നിട്ട് ഞാൻ ഇവിടെ പോയാൽ എനിക്ക് ഇത് കണ്ട ആഡ് പാഡ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. ആഡ് പാഡ്. ഞാൻ അത് ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത് നമുക്ക് വേണ്ട പോലത്തെ ഒരു പാഡ് അല്ല ശരിക്കും. എന്നാലും കുഴപ്പമില്ല, അവിടെ ക്ലിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്താ പറ്റിയത്? ഇത് സർഫസ് മൗണ്ട് ആയിരുന്നു, SMD ആയിരുന്നു ഈ സാധനം. നമുക്ക് വേണ്ടത് ഏതാ? ത്രൂ ഹോൾ അല്ലേ? ത്രൂ ഹോൾ ആക്കുക. ത്രൂ ഹോൾ ആക്കിയിട്ട് എന്ത് ചെയ്യണം? ഇതിനെ ഇതിനകത്ത് കുറെ സെറ്റിംഗ്സ് ഉണ്ട്. നിങ്ങൾക്ക് യു ക്യാൻ ഗോ ടു പാഡ് ഷേപ്പ്. നമ്മൾ പൊതുവെ ഇങ്ങനത്തെ ഈ സാധനങ്ങൾ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് വട്ടത്തിലുള്ള ഹോളുകൾ ഇടാറുണ്ട്. പാഡ് ഷേപ്പ് നിങ്ങൾ എന്താക്കണം? സർക്കുലർ ആക്കണം. സർക്കുലറിലാക്കി ഡയമീറ്റർ 1/2 ആണ് ഇതിന്റെ ഒരു കനം എന്ന് പറഞ്ഞിട്ടുണ്ട്. 0.53 ആണ് ഒരു ലെഗിന്റെ. അപ്പൊ നമുക്കൊരു 0.8 എങ്കിലും ഹോളിന്റെ ഡയമീറ്റർ വേണം. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഹോളിന്റെ ഷേപ്പ് എന്താണ്? ഹോളിന്റെ ഷേപ്പ് റൗണ്ട് മതി. ഡയമീറ്റർ എത്ര? 0.8 എന്ന് കൊടുത്തു. കണ്ടോ? ഇങ്ങനെ വന്നു. ഇപ്പൊ ഇത് 1.9 1.8 അത് നിങ്ങൾക്ക് നോക്കിയിട്ട് അത് ചെയ്യാം. സോ 1.8 ഷുഡ് ബി ദ മിനിമം. നമ്മൾ ചെയ്തുള്ള പരിചയത്തിലാണ് 1.8 ഡയമീറ്റർ ഉള്ള ഒരു പാഡ് ആണെങ്കിൽ അത് ഓക്കെ ആയിരിക്കും. 0.8 ഉള്ള ഒരു ഹോളിലെ ഐറ്റം കയറി ഇരിക്കാനായിട്ട്. അപ്പോൾ എന്തൊക്കെ നമ്മൾ ചെയ്തത്? SMD മാറ്റി ത്രൂ ഹോൾ ആക്കി. പാഡിന്റെ ഷേപ്പ് നമ്മൾ സോൾഡർ ചെയ്യുന്ന ഏരിയ എന്തായിരിക്കണം? സർക്കുലർ ആയിരിക്കണം എന്ന് പറഞ്ഞു. അതിന്റെ ടോട്ടൽ ഡയമീറ്റർ 1.8 ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അതിനകത്തൊരു തുള വേണമെന്ന് പറഞ്ഞു. ആ തുളയുടെ ഡയമീറ്റർ 0.8 ആയിരിക്കണം എന്ന് പറഞ്ഞു. 0.8 നമ്മൾ എവിടെ നിന്ന് കൊണ്ടുവന്നു? നമ്മുടെ കമ്പോണന്റ് ഒരു ലെഗിന്റെ വീതി എന്ന് പറയുന്നത് 0.53 ആണെന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ കൊടുക്കുന്നു. കണ്ടോ? ഇനി ഇതിനെ എനിക്ക് കോപ്പി ചെയ്യാം. അല്ലെങ്കിൽ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ 2.54 അല്ലേ പിച്ച്? 2.54 ആണ് രണ്ടെണ്ണത്തെ വ്യത്യാസം. ഇപ്പൊ ഞാൻ ഇവിടെ 2.54 എന്തിനാ സെലക്ട് ചെയ്തത്? ഇപ്പൊ എനിക്ക് ഒന്നുകിൽ ഇവിടെ വെക്കാം, അല്ലെങ്കിൽ ഇവിടെ വെക്കാൻ പറ്റുള്ളൂ. ഇത് നടുക്ക് കൊണ്ടേ വെക്കാൻ പറ്റത്തില്ല. കണ്ടോ? അപ്പൊ ഇതിന്റെ ഈ രണ്ട് ഡോട്ടുകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് 2.54 ആണ്. കുറയ്ക്കണമെങ്കിൽ എനിക്ക് ഇവിടെ 1.27 ആക്കാം. അപ്പൊ ഇതുണ്ടോ 1, 2 ഇങ്ങനെ പോകും. അത് ഗ്രിഡ് എന്നാ പറയുന്നത്. കണ്ടോ? 0.25 ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് വളരെ ഫൈൻ കൺട്രോൾ കിട്ടും. അതിനേക്കാളും താത്തി കഴിഞ്ഞാൽ ഭയങ്കര കൺട്രോൾ കിട്ടും. പക്ഷെ എനിക്ക് ഈക്വലി സ്പേസ് ചെയ്യണം. 2.54 തന്നെ വെക്കണം. കണ്ടോ? എനിക്ക് ഇനി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെക്കാൻ പറ്റുന്ന 2.54 മാറ്റിയിട്ട് എനിക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇവിടെ കൊണ്ടുപോയി വെക്കുന്നു. ഇതിനെ ഞാൻ പാഡ് നമ്പർ 2 ആണത്. 3, 4 ഇത്രയും കിട്ടുന്നുണ്ടോ? ഇത് നിങ്ങൾ ഒന്നുകൂടെ കണ്ടാലേ ഇത് മനസ്സിലാവൂലേ? ഓക്കെ അല്ലേ? എന്നിട്ട് ഈ സാധനം ഞാൻ ഇവിടെ വെക്കുന്നു. ഇനി ഇതിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് 10.92 മില്ലിമീറ്റർ ആണ് അടുത്ത പിന്നുമായിട്ട് വ്യത്യാസം. ഇപ്പൊ 10.92 ഡിവൈഡഡ് ബൈ 2.54 ആണെങ്കിൽ എത്ര എണ്ണം വേണം നോക്കുവാണേ. 4.2 4.3 വേണം. നടക്കൂല. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിനെ വളരെ ചെറുതാക്കി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, എഡിറ്റ് ഗ്രിഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് ഗ്രിഡിൽ നിങ്ങൾക്ക് പുതിയത് ഒരെണ്ണം ആഡ് ചെയ്യാം. ഇപ്പൊ ഞാൻ ആഡ് ചെയ്യുകയാണ്. 11.92 ഇല്ല 10 അല്ലേ? 10.92 ആഡ് ചെയ്യുന്നു. എക്സ് നെയിം വരുന്നത് അല്ലേ? നെയിം എന്താ ഇട്ടിരിക്കുന്നേ? ഇപ്പൊ TST എന്ന് ചുമ്മാ ഒരു പേര് കൊടുക്കുന്നു കേട്ടോ. ഇതൊക്കെ ഒരു റൗണ്ടോടെ ചെയ്താലേ എനിക്ക് കിട്ടത്തുള്ളേ. TST ഇട്ടിരിക്കുന്നു. ഇപ്പൊ ഇവിടെ അല്ലായിരുന്നു. നോക്കട്ടെ. നമുക്ക് ആദ്യം ഇതൊന്നുകൂടെ നോക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ എനിക്ക് വെക്കാൻ പറ്റത്തുള്ളൂ.
അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ത്രൂ ഹോൾ വെക്കുന്നു, പാഡ് നമ്പർ 1 കൊടുക്കുന്നു, സർക്കുലർ ആക്കുന്നു, 1.8 കൊടുക്കുന്നു, റൗണ്ട് 0.8 കൊടുക്കുന്നു. ഓക്കെ, കോപ്പി എടുക്കുന്നു, പേസ്റ്റ് ഞാൻ ഇവിടെ കൊണ്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ ഇതിന് ഇടയ്ക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാ? 10.92 ആയിരിക്കും. അപ്പൊ ഞാൻ ഇതിന് 8 എന്നുള്ള പേര് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ഇതിനെ ബാക്ക് ടു 2.54 ആക്കുന്നു. രണ്ടും കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു, ഇതിനെ ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നു. ഇവിടെ കിട്ടുന്നുണ്ടോ അത്? ഓക്കെ, ഞാൻ ഇതിനെ രണ്ടിനെയും കൂടെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു, താഴെ കൊണ്ടുവെക്കുന്നു, താഴെ കൊണ്ടുവെക്കുന്നു, താഴെ കൊണ്ടുവെക്കുന്നു. 2, 3, 4, 5, 6, 7 ഉണ്ടാ. അപ്പൊ ഇത്രയായി. ഇനി അപ്പൊ ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട് കോപ്പർ ലെയർ ആണ്. അപ്പൊ ഇതിനെ ഞാനിപ്പോ 3D വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇങ്ങനെയാണ് വരും. 2 ഹോളായില്ലേ? 8 ഹോളായിട്ട് എനിക്ക് കണ്ടു. എവിടെ നിന്ന് 3D വ്യൂ എടുത്തത്? വ്യൂ, 3D വ്യൂ ആണ്. എന്താ, എനിക്കിപ്പോ ഇത് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പക്ഷേ എനിക്കൊരു ഞാൻ ഒരു PCB അടിച്ചിറക്കുമ്പോൾ എനിക്ക് അതിൻ്റെ അകത്തൊരു ഒരു IC എവിടെയും കൂടെ വരുന്നതെന്നും കൂടെ എനിക്ക് അറിയണം. അപ്പൊ ഞാനിവിടെ ഫ്രണ്ട് സ്ലിക്ക് സ്ക്രീൻ എടുക്കുന്നു, ഫ്രണ്ട് സ്ലിക്ക് സ്ക്രീൻ റൈറ്റ് സൈഡിൽ. എന്നിട്ട് ഞാൻ ഈ റെക്ടാംഗിൾ സെലക്ട് ചെയ്തു, റെക്ടാംഗിൾ സൈസ് ഞാൻ കുറയ്ക്കുന്നു കേട്ടോ, ഒരു 0.5 mm. അപ്പൊ എന്റെ IC വരാൻ പോകുന്നു ഇവിടെ നിന്ന് ഇവിടെ വരെ, ഇവിടെ നിന്ന് ഇവിടെ വരെ. അതുപോലെ തന്നെ എനിക്ക് ഇതിന്റെ അകത്തൊരു എഴുത്ത് വേണം. അപ്പൊ ഞാൻ ടെക്സ്റ്റ് എടുക്കുന്നു, ടെക്സ്റ്റ് എടുത്തിട്ട് ഞാൻ എഴുതുന്നു ഇന്നി *5. വേറെ ഒന്നും മാറ്റണ്ട, തൽക്കാലത്തേക്ക് ഒന്നും മാറ്റണ്ട. ഓക്കെ, ഇവിടെ ഇവിടെ കൊണ്ടുവെക്കും, അല്ലെങ്കിൽ മേളിൽ കൊണ്ടുവെക്കും. ഓക്കെ, ഇനി നമുക്ക് 3D എടുത്ത് നോക്കാം. സിൽക്ക് സ്ക്രീൻ എന്താ വരാത്തത്? നമ്മുടെ ഈ ഔട്ടർ വരെ വന്നു, പക്ഷെ അകത്തെ സാധനം വന്നിട്ടില്ല. ഞാൻ ഇട്ടിരിക്കുന്ന കളേഴ്സിന്റെ ആണെന്ന് തോന്നുന്നേ. ആ, അയ്യോ, നമുക്ക് ഇവിടെ കളറൊക്കെ മാറ്റാം കേട്ടോ. ഗ്രീൻ അടിക്കണം. എന്താ പറ്റിയില്ല. ഗ്രീൻ ആണ് വരേണ്ടത്. സിൽക്ക് സ്ക്രീനിൽ ഞാൻ ഒരു യെല്ലോ കൊടുക്കുന്നു, കണ്ടോ? പക്ഷെ ആ റൈറ്റ് ഇപ്പൊ വന്നിട്ടില്ല. ഇനി റൈറ്റ് ഇവിടെ നിൽക്കട്ടെ. അപ്പൊ ഇത്രയും വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ഹാവ് എ ഫുട് പ്രിന്റ്. ഇങ്ങനെയാണ് ഫുട് പ്രിന്റ് ആക്കുന്നത്. ഇത് ക്ലിയർ ആണോ? ഇത്രയും നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ന്യൂ ലൈബ്രറി സ്റ്റാർട്ട് ചെയ്തു, ഇതിൽ പോയി പുതിയൊരു ന്യൂ ഫുട് പ്രിന്റ് ക്രിയേറ്റ് ചെയ്തു, ഹോൾ എടുത്തു. ഈ മില്ലുകൾ അനുസരിച്ചിട്ട് നമ്മൾ ഡാറ്റ ഷീറ്റിൽ പോയി നോക്കി, ഡാറ്റ ഷീറ്റിലെ ഡിസ്റ്റൻസസ് അനുസരിച്ചിട്ട്, ഇനി ഡിസ്റ്റൻസ് ശരിയാണോ നോക്കണമെങ്കിൽ സ്കെയിൽ ഉണ്ട്, സ്കെയിൽ എടുക്കുക, ഇവിടെ നിന്ന് നടുക്കത്തെ പോയിന്റ് എടുക്കുക, ഇവിടുത്തെ നടുക്കത്തെ പോയിന്റ് വരെ നോക്കുക. 10.92 കണ്ടോ? അതായത് നമുക്ക് 10.92 കണ്ടോ? കറക്റ്റ് ആണ് അത്. താഴേക്ക് പോയി കഴിഞ്ഞാൽ 2.54 ആണ് പിച്ച്. അങ്ങനത്തെ 8 പിന്നുകൾ വരച്ചു. ഇങ്ങനെ തന്നെ പോകണം, കൗണ്ടർ ചെയ്ത് തന്നെ പോകണം. ഓൾസോ ഐ ക്യാൻ ഓൾസോ ഡു സംതിങ് ലൈക്ക് ദിസ്. ഇങ്ങനൊരു വര വേണമെങ്കിൽ വരയ്ക്കും. ഓക്കെ, എന്തിനാ അത്? ഇതാണ് ഒന്നാമത്തെ പിന്ന് എന്ന രീതിയിൽ ശ്രദ്ധിക്കാനായിട്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, ഞാൻ ഇത്രയും വെച്ചിട്ട് ഞാൻ റെക്കോർഡിംഗ് സ്റ്റോപ്പ്. നമുക്ക്